നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും ഈ പ്രശ്നത്തിൻ്റെ എല്ലാ കാരണങ്ങളും ഇവൻ മൂലമാണ്, ഇവൾ മൂലമാണ്, അല്ലെങ്കിൽ ആ സാഹചര്യം മൂലമാണ് ഞാനിങ്ങനെ ആയിത്തീർന്നതെന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുമായിരിക്കാം. നമുക്കറിയാലോ, കായൻ ബലിയർപ്പിച്ചു ദൈവത്തിന്. കായന്റെ ബലി സ്വീകാര്യമായില്ല, ആബേലിന്റെ ബലി സ്വീകാര്യമായിട്ട് വന്നു. എന്നാൽ കായൻ അതെന്തുകൊണ്ടാണ് തൻ്റെ ബലി സ്വീകാര്യമാകാത്തത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, തന്നെക്കുറിച്ച് ചിന്തിച്ചില്ല, എന്തുകൊണ്ട് സ്വീകാര്യമായില്ല എന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. മറിച്ച് ആബേലാണ് പ്രശ്നം, ആബേൽ മൂലമാണ് എൻ്റെ ബലി ദൈവം സ്വീകരിക്കാത്തത് എന്ന ചിന്ത വെച്ചു പുലർത്തി വെറുപ്പിലൂടെ അത് വളർന്നു വന്ന് കൊലപാതകത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. വീണ്ടും ബൈബിളിൻ്റെ ഏടുകളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അഭിഷേകത്തോടെ വന്ന ഒരു വ്യക്തി ശൗൽ. എന്നാൽ അനുസരണക്കേട് നിമിത്തം ദൈവത്തിൻ്റെ വരപ്രസാദമെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ തൻ്റെ എല്ലാ പരാജയങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും ഒക്കെ കാരണമെന്ന് പറയുന്നത് ദാവീദ് എന്ന് പറയുന്ന ഒരാളാണ്, ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന ശൗലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സാവൂളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് തയ്യാറാകുന്നില്ല, മറിച്ച് ദാവീദിനെ പഴിചാരുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് കാണുവാൻ സാധിക്കുക. ഇനി ആദം ഹവ്വ, അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? കുറ്റപ്പെടുത്തലുകൾ ഹവ്വ മൂലം സംഭവിച്ചു, സർപ്പം മൂലം സംഭവിച്ചു. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനോ അവർക്കും സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെയൊക്കെ പരാജയങ്ങളുടെ കാരണം മറ്റു വ്യക്തികളും അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളുമാണെന്ന് കണ്ടെത്തുന്നവർ അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ജീവിതങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. ജീവിതത്തിൽ എൻ്റെ പരാജയത്തിൻ്റെ കാരണവും എല്ലാ കാര്യവും എന്നിൽ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക്, അതിനെ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കുന്നവർക്ക് മാത്രമേ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ തത്വം ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾക്ക് പ്രയോഗിക്കാം. എന്നാൽ മാനസിക വൈകല്യമുള്ള വ്യക്തികളുടെ ഇടയിൽ അവർ മൂലമുണ്ടാകുന്ന വേദനകൾ, പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ, നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD പോലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അതുമൂലം ഭാര്യയ്ക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വേദനകളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊരു എക്സെപ്ഷൻ മാത്രമാണ്. കാരണം എന്താ? ചിലപ്പം ഇങ്ങനെയുള്ള സ്വഭാവപ്രകൃതമുള്ളവർ സോ നൈസായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ പെരുമാറും, എന്നാൽ അവരുടെ ജീവിതങ്ങളിൽ മാത്രം ഒരു വേറെ രീതിയിൽ പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ചിലത് മാത്രമാണ് ഒഴികഴിവുള്ളത്. എന്നാൽ ജീവിതത്തിൽ തകർച്ചകളുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെ നേരിടുവാനായിട്ട്, എന്നിൽ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ ഞാൻ തകർന്നടിഞ്ഞു പോയത്? ഞാനൊരു ബിസിനസ് ആരംഭിച്ചു, എൻ്റെ ബിസിനസ് തകർന്നടിഞ്ഞു, അത് എന്നിൽ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും തുടർച്ചയായിട്ട് ഞാൻ പരാജയപ്പെടുന്നു, അതിൽ എന്നിൽ എന്തെങ്കിലും കുറവുകളുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുവാണെങ്കിൽ അവിടെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്, വിജയം സാധ്യമാണ്. കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബാഹ്യ കാരണങ്ങൾ കൊണ്ട് നമ്മിൽ അസ്വസ്ഥതകളും നെടുവീർപ്പുകളും ഉണ്ടാകാം. സാവൂളിന്റെ മുൻപിൽ ജേതാവായ ദാവീദ് അബ്സലോമിന്റെ മുൻപിൽ പരാജിതനായി തളർന്നുപോയി. എന്നാൽ ഈ ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ വിജയിക്കുവാനായിട്ട് ശ്രമിച്ചില്ല. അബ്സലോമിന്റെ മുൻപിൽ അവൻ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ
ദാവീദ് അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരേണ്ട ചില മേഖലകളൊക്കെ ദാവീദിന് മനസ്സിലായി ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഈ ഒരു മനോഭാവമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഇനി യൂദാസിന്റെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് നമുക്ക് അറിയാം. യൂദാസിന്റെ തകർച്ചയുടെ കാരണം സാൻഹദ്രീൻ സംഘമോ അല്ലെങ്കിൽ 30 വെള്ളി നാണയമോ ഒന്നുമല്ല. മറിച്ച് അവൻ്റെ തകർച്ച ആരംഭിക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്നാണ്. അവൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ധനത്തോടുള്ള അമിതമായ ഒരു ആസക്തി, ഒരു ഭ്രമം ഈ യൂദാസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു വന്ന് അങ്ങേയറ്റം എത്തിയപ്പോൾ ബന്ധങ്ങളൊന്നും മനസ്സിലാക്കാനോ കൂടെ നിൽക്കുന്ന ഗുരുവിനെ മനസ്സിലാക്കാനോ ഒന്ന് ക്രിയാത്മകമായി ചിന്തിക്കുവാനോ യൂദാസിന് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തില് പല തകർച്ചകളുടെയും കാരണങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നാണ്. ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മിൽ പലരും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പുണ്യങ്ങൾ അഭ്യസിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലരൊക്കെ തീർത്ഥയാത്രകൾക്ക് വേണ്ടി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാറ്റൂര് മല പോലെയുള്ള മലകൾ കയറിയിറങ്ങുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. എല്ലാം നല്ല കാര്യമാണ്. എന്നാൽ സ്നേഹമുള്ളവരെ, നിശബ്ദതയിൽ നമുക്കൊന്നായിരിക്കുവാനായിട്ട് ശ്രമിക്കണം. നിശബ്ദതയിൽ നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടോ കോട്ടങ്ങളുണ്ടോ എന്ന്. നേട്ടങ്ങൾക്കൊക്കെ നന്ദി പറയാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാവണം. എന്നാൽ കോട്ടങ്ങളുള്ളപ്പോൾ, പരാജയങ്ങളുള്ളപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് തന്നെ ഒന്ന് കണ്ടുപിടിക്കുവാനായിട്ട്. ഇനി അത് കണ്ടുപിടിച്ചു കഴിയുമ്പം ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. കാരണം വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന്. അങ്ങനെയൊരു ആശ്രയ മനോഭാവം നമുക്കുണ്ടാവണം.